നീയും കൂടി ഇരിക്കെ. വേണ്ട, ഞാൻ വിശ്വട്ടം വന്നിട്ട് കഴിച്ചോളാം. സാധാരണ ഇത്രയും താമസിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചില ദിവസങ്ങളിൽ വൈകിയ വരാറ്. വിശ്വ ഇല്ലാത്തപ്പോ നീ ഇവിടെ തനിച്ചാ? അല്ല, അടുത്ത വീട്ടിൽ മീനാക്ഷമ്മയെ വിളിച്ച് കിടത്തും. അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ച്. ആ, വിശ്വട്ടനായിരിക്കും. ഞാൻ ഇപ്പൊ വരാട്ടോ. വാതിൽ അടച്ച് നേരത്തെ കയറി കിടന്ന് ഉറങ്ങിയോ? വിശ്വനാഥം ഇല്ല ഇവിടെ? ഇല്ല. ഫ്ലാറ്റ് പണിയെന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിച്ചിട്ട് ഒളിച്ചിരിക്കാം. അയ്യോ, അങ്ങനെയൊന്നുമല്ല. കോർപ്പറേഷന്റെ. ആ മതി, പെങ്ങള് പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നുമില്ല. അവനെങ്കിൽ വിളിച്ചേ. അയ്യോ, സത്യമായിട്ട് വിശ്വട്ടിന് ഈ കളി ഞങ്ങളോട് വേണ്ട. ഇതൊക്കെ എത്ര കണ്ടതാ. ആഹാ, അകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് അവൻ ഭാര്യയെ പറഞ്ഞ് വിട്ടിരിക്കുക. അങ്ങോട്ട് മാറ, അകത്തുണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്താ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. വിശ്വനാഥനെ ഇപ്പൊ കണ്ടേ പറ്റൂ. അവൻ അകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഈ പടിക്ക് ഇപ്പഴും നിങ്ങൾ കടക്കില്ല. ഇതുകൊള്ളാവല്ലോ. ഞങ്ങളെ കാശും വാങ്ങിച്ചു വെച്ച് ഞങ്ങളെ വീട്ടിൽ വിടുന്നു. ഇതെവിടെ തന്നെ ആയോ? പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വടം തരും. അല്ലാതെ രാത്രി കണ്ണും മുടിച്ച് വീട്ടിൽ കയറി വന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തല്ല വേണ്ടത്. ആ, ഇപ്പൊ പോണം. ഞങ്ങൾ ഇപ്പൊ പോവാ. പക്ഷെ അവൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക്, ഞങ്ങൾ അവന്റെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. വാ മോനച്ചാ. എന്തൊക്കെയാടി ഇത്? എന്താ പ്രശ്നം? അവര് പറഞ്ഞ പോലെ വിശ്വട്ടിന് ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. ഫ്ലാറ്റ്സ് പണിത് കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ. പക്ഷെ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നപ്പോഴാ കോർപ്പറേഷൻ സ്റ്റേ വന്നത്. കടം വാങ്ങിയ തുക മുഴുവൻ സ്ഥലത്തിനും മറ്റുമായി കൊടുത്തുപോയി. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വട്ടിന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്ന് തുടങ്ങി? സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം, നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത്. പക്ഷേ വിശ്വട്ടിന്റെ ഈ ഓട്ടവും അലച്ചിലും കാണുമ്പോ എനിക്ക് പേടിയാകാം. നീ വിഷമിക്കാതിരിക്കെ. എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. നിനക്കറിയോ, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന്. അതിനാ ഈ ബദ്ധപ്പാടൊക്കെ കാണിക്കുന്നത്. അയ്യോ, ഐ എം സോറി. ഞാൻ എന്തുവാണെന്ന് വിചാരിച്ചു. ലത എപ്പോ വന്നു? ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. സാർ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ലാൻഡ് ചെയ്തു. എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. കുറച്ചു ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാനിവിടെ താമസിക്കാൻ പോവാ. ശല്യോ? ലത ഇവിടെ ഉള്ളത് ഇന്ദുവിനൊരു കൂട്ടല്ലേ. പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടേക്കരുത്. ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അതെ, എവിടെ എന്റെ ശ്രീമതി? അകത്തുണ്ട്. ഇന്നലെ സാറിനെ കാണാത്തോണ്ട് മോഹം എല്ലാം കൂടെ വലിച്ചിറക്കി കെട്ടിയിരിക്കുക. എന്റെ പൊന്നിലതെ, കുറച്ചു നേരത്തേക്ക് ചെവി രണ്ടൊന്ന് പൊത്തിപ്പിടിച്ചോ. ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാ. സംഗതി ഇപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്നുള്ളത് എന്റെ തെറ്റാ. പക്ഷെ അതെന്റെ തെറ്റാണോ? ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ വരാതിരുന്നത്. കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണമെന്ന്. അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുമോ? എന്നാ എടാ കഴുത, ആ വിവരം നിനക്ക് ഇന്ദുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതെ, പറഞ്ഞില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് എന്തായി, പോയ കാര്യം നടന്നോ? എവിടെ? അതിന് ഇനിയും 3-4 ദിവസം കൂടെ അവിടെ നിൽക്കണമെന്ന് നിൽക്കായിരുന്നില്ലേ? അതിന് വേറെ ആളെ നോക്കണം. എന്റെ ഇന്ദുക്കുട്ടിയെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിച്ചു കൂട്ടിയ വിവരം എനിക്കും ദൈവത്തിനും മാത്രം. ദൈവത്തിന് എവിടെ നിന്ന് അറിയാനാണ്? എനിക്ക് മാത്രം അറിയാം. മതി മതി, വിശ്വട്ടിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാ എന്നെ പറ്റി ഒരു ചിന്തയില്ല. ഇന്ദു, നീ അത് മാത്രം പറയരുത്. ചിന്തയില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടിയെത്തിയത്? വിശ്വട്ടിനറിയോ, ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വട്ടൻ കാശ് വാങ്ങിച്ചവരൊക്കെ രാത്രിയാകുമ്പോ കള്ളം കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന. വിശ്വട്ടൻ അവരെ കാശങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. എന്നാ പിടിച്ചോ. എനിക്കൊരു പുല്ലിന്റെയും പൈസ വേണ്ട. പണം കണ്ടു കളഞ്ഞവനാ ഞാൻ. അവന്മാർക്ക് ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട, പോവാൻ പറ. വിശ്വട്ടിനെല്ലാം വളരെ നിസ്സാര. എന്ത് തുടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ. ലക്ഷങ്ങളുടെ കണക്കും പറയും. എനിക്കറിയാം വിശ്വയുടെ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്.
എന്റെ മോളെ, നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എനിക്ക്? നിനക്ക് വേണ്ടി വിശ്വം മുഴുവൻ പിടിച്ചടക്കും. നീ നോക്കിക്കോ, ഈ ഫ്ലാറ്റുകളൊന്നും തീർത്തു കൊടുത്തോട്ടെ. ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്റ്റുകൾ എന്റെ മനസ്സിലുണ്ട്. നോട്ട് എണ്ണി എന്റെയും നിന്റെയും കൈ കഴിക്കാൻ പോവുക. എന്താ കള്ളനോട്ടടിയാണോ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എന്റെ ആശാനെ, ഞാൻ ഇങ്ങനെ രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് തനിക്കറിയോ? കുറച്ചുനാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദുക്കുട്ടി ഉണ്ടാവും. അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാ തന്റെ വിചാരം? അത് വേണ്ടി വരില്ല. അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും. എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയാലോ? കൊന്നുകളയും ഞാൻ. അയ്യടാ, സ്വന്തം കാര്യം ഒന്നിപ്പോ പറയുന്ന കേട്ടില്ലേ? അതൊക്കെ പോട്ടെ, പോയൊരു സ്റ്റൈലും കാപ്പി എടുത്തോണ്ടോ. കോഫി റെഡി. ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ എന്റെ ഇന്ദുക്കുട്ടി ഉണ്ടാക്കിയേ കഴിച്ചിട്ടുള്ളൂ, അല്ലേ? മതി മതി, ഈ വാചകടിയിലെ പണ്ട് ഞാൻ വീണുപോയത്. വിഘ്നേശ്വര, ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത്, എന്റെ നെഞ്ചത്താ. ഒരു സഡൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പോ ഒരു തേങ്ങയടി. എന്തിന്? തടസ്സങ്ങൾ മാറ്റാനോ? തടസ്സങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. കലക്കും, ഞാൻ എല്ലാം കലക്കും. നോക്ക്, നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ? ഒഫീഷ്യൽ റെക്കോർഡിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡിൽ അനിയനും. ഇത് എവിടത്തെ ന്യായം? വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ മോശമായി പെരുമാറുന്നവളാ, പറഞ്ഞേക്കാം. ഓഹോ, ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റുമോ? അപ്പൊ എന്നെക്കാളും ചീപ്പാണല്ലോ നീ. നീ ചീപ്പാണെങ്കിൽ നിന്നെക്കാളും 10 ഇരട്ടി ചീപ്പാവും ഞാൻ. എന്നെ കാണാം. കാണാം. എന്തായത് ക്ഷേത്രത്തിൽ വരുന്ന പെൺകുട്ടികളെ ശല്യം ചെയ്യുക? അയ്യോ അതെ, പെൺകുട്ടിയല്ല, എന്റെ ഭാര്യ. ഞങ്ങൾക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ. കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വഴക്ക് പറയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. വളരെ ഉപകാരം. വരട്ടെ, കാണാം. പോയോ? ഭഗവാനെ, അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ. വിഘ്നേശ്വര, ഇതാരാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല. ഒരു ജോലി ശരിയാക്കാൻ നടക്കുക. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു. അന്ന് ആ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ. കൂടുതൽ നമ്പർ ഇടല്ലേ? ആദ്യം ഭാര്യയ്ക്ക് ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ? അല്ല, അവര് ഒന്നും പറയണ്ട. ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. ഇത് ചെയർമാൻ വന്നിട്ട് അറിയുകയും ചെയ്യാം. നടക്കട്ടെ. മാഡം, ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഏത് ഹസ്ബൻഡ്? ഏത് ഹസ്ബൻഡ് എന്നോ? ഏത് ഹസ്ബൻഡ് എന്നല്ല, എന്റെ ഹസ്ബൻഡോ? എന്താ? എന്തു വേണം? ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി. അതിന് ലതയോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ച് എന്നെ ചമ്മന്തിയാക്കി കളയുന്നുള്ളതാണല്ലോ. ഇതല്ലേ മാഡം? അയ്യോ, ഒന്ന് പതുക്കെ പറ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം. എന്നിട്ടാവും ബാക്കി സംസാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പൊക്കോ, നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം. വന്ന കാര്യം പറഞ്ഞു തൊലയ്ക്ക്. അയ്യോ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വളരെ പേഴ്സണൽ കാര്യങ്ങളാ. അല്പ സമയം എടുക്കും. ഇരിക്കും. എന്റെ ഓഫീസിൽ വെച്ചല്ല തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. വെരി കറക്റ്റ്. എന്നാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. എന്താ?